ഹലോ വെൽക്കം ടു റണാസ് വ്ലോഗ്. അപ്പോൾ നമ്മളെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോറോസിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് ചെയ്യുമോയെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ബോറോസിലെ ഓവനാണ് ഇത് 19 ലിറ്ററിൻ്റെ ഓവനാട്ടോ, OTG ഓവൻ. ഇത് OTG ആണ്. നമ്മൾ ബേക്കിങ്ങിനും അതേപോലെ ഗ്രില്ലിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത് OTG ഓവനാണ്. മൈക്രോവേവ് ആകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുത്തോളം മൈക്രോവേവിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത്ര ബെറ്റർ ആയിട്ടില്ല. ഇതൊരു 6 വർഷം മുന്നുള്ള OTG ഓവനാണ് കേട്ടോ. അപ്പോൾ OTG ഓവനിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ 3 പാർട്സ് ആയിട്ടുള്ള ട്രേ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഓവൻ റാക്ക്. കേക്ക് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഓവൻ റാക്ക് ഉള്ളത്. പിന്നുള്ളത് ബേക്ക് പാൻ ആണ്. ഈ ഒരു ട്രേ ഉള്ളിൽ ഇതുപോലെ ഡിസൈനൊക്കെ ആയിട്ടുള്ളതാണ്. നമ്മൾ വലിയ ഓവണൊക്കെ ആണെങ്കിൽ ഒരേപോലെയുള്ള ട്രേ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതാണ് ഒന്നും കൂടെ ബെറ്റർ. ഇതാകുമ്പോൾ കുക്കീസിനും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാണ് ഇതിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബോറോസിൽ ഓവനാണ് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ ബെറ്റർ. കാരണം അത് ഇപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിലായിട്ടും അതിൻ്റെ ചൂട് പോലെ അന്നും ഇന്നും നിൽക്കുന്നുണ്ട്. സമയം അന്ന് വാങ്ങിയ മോർഫി റിച്ചാർഡിന് ഇപ്പോൾ ചൂട് കുറവായിട്ട് 5 മിനിറ്റ് എക്സ്ട്രാ നമുക്ക് എടുക്കണം ബേക്കിങ്ങിന്. ഇതിലാവുമ്പോൾ പെട്ടെന്ന് ട്രേ കേട് വരുന്നുണ്ട് കേട്ടോ. ചിക്കന് ഇതിൽ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഓവൺ പെട്ടെന്ന് ഇങ്ങനെ കുത്തും റോഡ്സുകളൊക്കെ വന്നത് കേട്ടോ. അതിൽ OTG ഓവണിൽ 4 കോയിൽ ഉണ്ടാവും ടോട്ടലായിട്ട്. ഒരേ അളവിൽ ഗ്യാപ്പിൻ്റെ വ്യത്യാസത്തിൽ തന്നെ മുകളിൽ 2ഉം താഴെ 2ഉം ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ചുട്ടുപഴുക്കുക എന്ന് പറയില്ല നമ്മൾ കമ്പി, അതുപോലെ നല്ല ചൂടിൽ റെഡ് കളറിലായിരിക്കും ഇത് കാണാം. കുറേ ഉപയോഗിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു കോയിലിൻ്റെ റെഡ് കളറ് പിന്നെ ചൂടാക്കുമ്പോൾ കാണാറില്ല. പക്ഷെ ചൂട് സെയിം ആണ് കേട്ടോ. 2 ചാലുകളുണ്ടാവും ഈ ഒരു ട്രേ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ ഓവണൊക്കെ ആണെങ്കിൽ 3 ചാലുകളാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ചിലതിന് 4 ചാലുകളും കണ്ടിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് ചൂട് വരുന്നത് ഇതിലൂടെയാണ് കേട്ടോ. ഇതിലൂടെയാണ് ഓവനിലേക്കുള്ള ചൂട് വരുന്നത്. ഇനി കേക്ക് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ താഴെയുള്ള ക്രം ട്രേ എന്തായാലും നമ്മൾ ഏത് ബേക്കിംഗ് നടത്തുകയാണെങ്കിലും വെച്ച് കൊടുക്കണം. അത് താഴെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓവൻ റാക്ക് വെച്ച് കൊടുക്കേണ്ടത് താഴെയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ഒരേ ഹൈറ്റിൽ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് മുകളിലത്തേൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് താഴെ വെന്ത് കിട്ടില്ല. മുകൾ ഭാഗം നല്ല ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ടാണ് ഈ ഒരു ഓവൻ റാക്ക് വരേണ്ടത്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റെഡ് ലൈറ്റ് കത്തും സൈഡിലുള്ള. പിന്നെ താഴെയുള്ളത് നമ്മുടെ ടൈമാണ്. ടൈം 1 മണിക്കൂർ വരെയാണ് ഈ ഒരു ഇതിൽ കാണാം. മൊത്തത്തിൽ തിരിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ വരെയുള്ള ടൈമാണ് ഇതിലുള്ളത്. അപ്പോൾ 10 മിനിറ്റ് നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണാക്കിയ ശേഷം ഒരു 10 മിനിറ്റ്, അതിൽ 10 ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ എഴുത്തൊക്കെ ഇതിന് പോയിട്ടുണ്ട് കേട്ടോ, കുറേ ആയില്ലേ. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അത് ഓഫായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ബെല്ല് വരും. ആ സമയത്താണ് നമ്മൾ കേക്ക് ഓവനിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ താഴെയാണ് ടൈമിൻ്റേത് കണക്കാക്കുന്നത്. ഇനി മുകളിൽ വരുന്നത് ടെമ്പറേച്ചറാണ്. സാധാരണ ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയിലാണ് മെജോറിറ്റി കേക്കും ബേക്ക് ചെയ്യേണ്ടത്. പിന്നെ കുക്കീസിനധികവും 160 ഡിഗ്രിയിലാണ്. ചില ടൈപ്പ് കേക്കിന് ചെറുതായിട്ട് 190, 150 അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അധികം 180 വരിക. അപ്പോൾ അതിൽ 90 to 200, 230 വരെയാണ് ഇതിൽ ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ അത് ഏത് ഡിഗ്രിയിലാണോ പറഞ്ഞത് അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ് ഓവൺ യൂസ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഫങ്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ സെൻറ്ററിൽ വരുന്നത് ഫങ്ഷനാണ്. അതിലെവിടെയെന്ന് വെച്ചാൽ സാധാരണ കേക്കിലാകുമ്പോൾ 2 മുകൾ ഭാഗത്തെയും താഴ് ഭാഗത്തെയും കോയിൽ ചൂടാകേണ്ടതുണ്ട്. ഫസ്റ്റ് വരുന്നത് മുകൾ കോയിൽ മാത്രം ചൂടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഭാഗം വരുന്നത്. അത് നമുക്ക് കേക്കിന് ആവശ്യമില്ല. അത് മാത്രം ചൂടായി കഴിഞ്ഞാൽ താഴേന്ന് കേക്ക് വെന്ത് കിട്ടില്ല. സെക്കൻഡ് വരുന്നത് താഴ്ഭാഗം മാത്രം ചൂടായുള്ള കോയിലാണ്. അതും നമുക്ക് കേക്കിന് ആവശ്യമില്ല. മൂന്നാമത് വരുന്നത് 2 കോയിലും ചൂടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നമുക്ക് കേക്കിന് ആവശ്യമുള്ളത്. എല്ലാം ഒരുപോലെ ആയി കേക്ക് കിട്ടുള്ളൂ. നാലാമത് വരുന്നത് 2 കോയിലും പ്ലസ് സെൻറ്ററിലായിട്ട് ചൂടാക്കാനുള്ളതും കൂടെയാണ്. അത് ഉദ്ദേശിച്ചത് എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഞാൻ പിസ്സ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആ ഒരു ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കാറുള്ളത്, ലാസ്റ്റിൽ ഓപ്ഷനിൽ. അതായത് 2 കോയിലും സെൻറ്ററിലും
ചൂടാകാൻ വേണ്ടിയിട്ടുള്ളത്. അതിലൊന്ന് മുകളിൽ ചൂടാകാൻ വേണ്ടിയിട്ടുള്ളതും സെൻറ്ററിൽ ചൂടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഞാൻ ഉപയോഗിക്കാറില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തിയിട്ടുണ്ട്. ഇനിയാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഈ ഒരു 19 ലിറ്റർ OTG ബോറോസിലിൻ്റെ ഓവനിൽ ഏതൊക്കെ ബേക്കിംഗ് ടിന്നുകൾ പോകുമെന്ന് നോക്കാം. ഇതിൽ 1 kgൻ്റെ റൗണ്ട് ടിന്ന് പോകും. ചെറിയ കപ്പ് കേക്കൊക്കെ ആണെങ്കിൽ സൈഡിൽ കുറച്ച് പോകും. ഒരു 6-7 കപ്പ് കേക്ക് ഇതിൽ പോകും. പിന്നെ 2 ഹാഫ് kgൻ്റെ ടിന്ന് പോകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ കൊള്ളുന്നതൊക്കെ മാക്സിമം നമ്മൾ നോക്കുക കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ഓവന് വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങിയ ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ അതിൽ വെക്കാൻ പറ്റുക എന്നൊക്കെ. പിന്നെ ഈ ഒരു ചെറിയ ഓവനാണെങ്കിലും നമ്മൾ റൗണ്ട് സൈസിലുള്ള 2 kg ബേക്കിംഗ് ടിന്ന് കൊള്ളും. അതൊരു വലിയൊരു ഉപകാരം കേട്ടോ. നമുക്കൊരു 2 kgൻ്റെ ഓർഡർ ഉള്ളെങ്കിൽ നമ്മൾ ചെറുതിൽ വെക്കുകയാണ് ഏറ്റവും ഉപകാരം. പക്ഷേ ഇതിൽ സ്ക്വയറിലാണെങ്കിൽ അത് പോകാൻ പണിയാണ്. ചെറിയൊരു മാറ്റത്തിൻ്റെ പേരിൽ എൻ്റെ 2 kgൻ്റെ സ്ക്വയർ കേക്ക് ടിന്ന് പോകില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ചെറുതാക്കിയാലും ചെറിയൊരു മാറ്റത്തിലാണല്ലോ. ചെറുത് ഒന്ന് വാങ്ങിയാൽ ശരിക്കും ഇതിൽ കറക്റ്റ് പോകും. ഇത് 1 kg സ്ക്വയറിൻ്റെ ടിന്നാണ് കേട്ടോ. അത് സിമ്പിളായിട്ട് തന്നെ പോകും. ഇതാണ് ഞാൻ പറഞ്ഞത് 2 kg സ്ക്വയർ കേക്ക്. ഇത് പോകാൻ കുറച്ച് പണിയാണ്. 1.5 kg ആണെങ്കിൽ എന്തായാലും പോട്ടോ. അതുപോലെ ചെറിയ മാറ്റത്തിൻ്റെ പേരിൽ പോണില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ചെറുതിനി വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ബോറോസിൽ ഓണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക, മടിക്കണ്ട. അതുപോലെ ഒരു മോർഫി റിച്ചാൻ്റെ ഓവൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒട്ടും മടി കൂടാതെ. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.